നാടിനെ നടുക്കിയ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. കഴിഞ്ഞ ദിവസമാണ് എറണാകുളം ചേന്ദമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേർ കൊല്ലപ്പെട്ടത്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. ഞെട്ടലോടെയാണ് പ്രദേശവാസികൾ ഈ വാർത്തയറിഞ്ഞത്. തന്നെയും തന്റെ വീട്ടുകാരെയും കളിയാക്കിയതിനെ തുടർന്നാണ് ചേന്ദമംഗലത്ത് ഒരു വീട്ടിലെ 3 പേരെ അടിച്ചു കൊലപ്പെടുത്തിയത് എന്ന് പ്രതി ഋതു ജയൻ മൊഴി നൽകി. ഇയാളിപ്പോൾ വടക്കേക്കര പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. കൊലപാതകം നടത്തിയ സമയത്ത് ഋതു ലഹരിയിലായിരുന്നില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വ്യാഴാഴ്ച രാത്രി ഇയാളെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു. രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ബംഗളൂരുവിൽ നിർമ്മാണ തൊഴിലാളിയായി ജോലി ചെയ്യുന്ന ഋതു ജയൻ കഴിഞ്ഞ ദിവസമാണ് നാട്ടിലേക്ക് വന്നത്. കഴിഞ്ഞ ദിവസം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഋതുവിനെ കൂട്ടുകാട് വെച്ച് പോലീസ് തടഞ്ഞു നിർത്തുകയായിരുന്നു. സിഗരറ്റ് കത്തിച്ച് ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചതിനായിരുന്നു പോലീസ് കൈ കാണിച്ചത്. തുടർന്ന് ബൈക്ക് നിർത്തി ഇറങ്ങി വന്ന ഋതു ഒരു കൂസലുമില്ലാതെ താൻ 4 പേരെ കൊന്നുവെന്ന് പോലീസിനോട് പറഞ്ഞു. എന്നാൽ കമ്പിവടി, കത്തി എന്നിവ കൊണ്ട് 4 പേരെ ആക്രമിച്ച ഋതുവിന്റെ വസ്ത്രത്തിൽ രക്തപ്പാടുകൾ ഒന്നും തന്നെയില്ലായിരുന്നു. തുടർന്ന് വടക്കേക്കര പോലീസ് സ്റ്റേഷനിലെത്തിച്ച ഋതു ശാന്ത സ്വഭാവക്കാരനായാണ് കാണപ്പെട്ടത്. ചോദിക്കുന്നതിന് മാത്രമാണ് ഇയാൾ ഉത്തരം നൽകിയത്. തങ്ങളെ ശല്യപ്പെടുത്തിയെന്ന് ആരോപിച്ച് അയൽ വീട്ടുകാർ കഴിഞ്ഞ നവംബറിൽ ഋതുവിനെതിരെ പോലീസിന് പരാതി നൽകിയിരുന്നു. എന്നാൽ അതിലൊന്നും നടപടിയുണ്ടായില്ല. പോലീസ് വിളിച്ചു വരുത്തിയ ഋതുവിന് മാനസിക ചികിത്സ നൽകാമെന്ന അച്ഛന്റെ ഉറപ്പിൽ വിട്ടയക്കുകയായിരുന്നു. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടതിനാൽ കൃത്യമായ ഇടവേളകളിൽ ഇയാളെ നിരീക്ഷിച്ചിരുന്നുവെന്നാണ് പോലീസ് അറിയിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് നാടിനെ നടുക്കിയ അരും കൊല നടന്നത്. പേരെപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരാണ് അക്രമിയുടെ അടിയേറ്റ് മരിച്ചത്. വിനീഷയുടെ ഭർത്താവ് ജിതിൻ ബോസിനെ തലയ്ക്കടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ എറണാകുളം ചേരാനല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇയാൾ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ്. സ്കൂൾ കാലം മുതൽക്കേ ഋതുവിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. അന്നേ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് അടിപിടി കേസിലും മറ്റും ഉൾപ്പെട്ടു. സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റം, അപവാദം പ്രചരിപ്പിക്കൽ എന്നിങ്ങനെ ഋതു ആളുകളെ നിരന്തരം ശല്യം ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ സമീപവാസികൾക്ക് ഇയാളോട് ദേഷ്യമാണ്. ശല്യം കാരണമാണ് പ്രദേശത്ത് CCTV ക്യാമറ സ്ഥാപിച്ചത്. ലഹരി ഉപയോഗിച്ചാൽ എന്തും അവൻ ചെയ്യും, അതാണ് അവന്റെ രീതിയെന്ന് മുൻ മെമ്പർ പറയുന്നു. ഋതു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനെ തുടർന്ന് പലരും പോലീസിൽ പരാതികൾ നൽകിയിരുന്നുവെന്നും എന്നാൽ മാനസിക രോഗമുണ്ടെന്ന സർട്ടിഫിക്കറ്റ് കൈവശമുള്ളതിനാൽ അത് ഹാജരാക്കി രക്ഷപ്പെടുന്നതാണ് ഇയാളുടെ രീതിയെന്നും നാട്ടുകാർ പറയുന്നു. ഋതു നിരന്തര ശല്യക്കാരനാണ്. ആദ്യം ഒരു പ്രശ്നമുണ്ടായപ്പോൾ അവന്റെ അച്ഛനും അമ്മയും എല്ലാം വന്ന് മാപ്പ് പറഞ്ഞു പിരിഞ്ഞു. കല്ലെറിയൽ, പട്ടിയുടെ പേര് പറഞ്ഞ് വഴക്കിടൽ എന്നിങ്ങനെ എല്ലാം ചെയ്യും. ഒരു ദിവസം ഇരുമ്പുവടിയുമായി ആക്രമിക്കാൻ വന്നിരുന്നു. അന്ന് ഫോട്ടോ എടുത്ത് പോലീസിനെ അറിയിച്ചു. കാപ്പ ചുമത്തുമെന്ന് പോലീസ് പറഞ്ഞുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന ധൈര്യമായിരുന്നുവെന്നും അയൽവാസി പറയുന്നു. ഋതുവിന്റെ അമ്മയുടെ പിന്തുണ ഇയാൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ആക്രമണം നടത്തിയും മറ്റും കിട്ടുന്ന പണം ഋതു അമ്മയാണ് ഏൽപ്പിച്ചിരുന്നത്. കൊല്ലപ്പെട്ട വേണുവിന് കിണറിൽ റിംഗ് വാർക്കുന്ന പണിയായിരുന്നു. വീട്ടുകാര്യം നോക്കി മാത്രം ജീവിച്ചിരുന്ന ആളാണ് വേണു. അന്നന്നത്തെ കൂലിയിൽ ജീവിച്ചു പോകുന്നവരായിരുന്നു വേണുവിന്റെ കുടുംബം. പ്രായമായെങ്കിലും ഇപ്പോഴും അയാൾ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. മുഖാമുഖമാണ് വേണുവിന്റെയും ഋതുവിന്റെയും വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. മകനുമായുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് ഈ കുടുംബങ്ങൾ തമ്മിൽ ഉണ്ടാകാറുള്ളത്. ലഹരിക്കടിമയായ ഇയാൾ മോഷണ കേസുകൾ ഉൾപ്പെടെ 4 കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.